രാഷ്ട്രീയം എന്നും സർപ്രൈസുകൾ നിറഞ്ഞതാണ്. പ്രതീക്ഷിക്കാത്ത ചിലരെ വാനോളം ഉയർത്തുകയും എല്ലാവരും ഏറെ പ്രതീക്ഷിച്ച ചിലരെ വലിച്ചു താഴെയിടുകയും ചെയ്യുന്ന ഇടമാണ് കേരള രാഷ്ട്രീയം. പല മഹാരഥന്മാരും നമ്മുടെ രാഷ്ട്രീയ ചതുരംഗക്കളിയിൽ ഒന്നുമാകാതെ പോയിട്ടുണ്ട്. ചിലരാകട്ടെ അധികാര കേന്ദ്രങ്ങളിൽ മികവിന്റെ വിസ്ഫോടനം തീർത്ത് കടന്നു പോയിട്ടുമുണ്ട്. ലോകരാഷ്ട്രീയ ഭൂപടത്തിൽ തന്നെ കേരളത്തിന്റെ പേരും പ്രശസ്തിയും എത്തിച്ചൊരു മഹാമനുഷ്യനാണ് ശശി തരൂർ. ഉറച്ച കോൺഗ്രസുകാരനായി രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും എല്ലാ ശബ്ദങ്ങളെയും ഉൾക്കൊള്ളുന്ന സമീപനമാണ് ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ളത്. അതിന്റെ പേരിൽ ഇത്രമേൽ പഴികേട്ട മറ്റൊരു നേതാവും രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടായിരിക്കില്ല. അതിരുകളില്ലാത്ത അറിവും പാണ്ഡിത്യവും കാര്യങ്ങളെ തിരിച്ചറിയുവാനുള്ള കഴിവും ക്രിയാത്മക സമീപനങ്ങളുമാണ് ശശി തരൂരിനെ വിശ്വപൗരനാക്കിയത്. ലോകവും രാജ്യവും കേരളവും അംഗീകരിക്കുമ്പോഴും സ്വന്തം പാർട്ടിയിലെ ചിലർ മാത്രമാണ് തരൂരിനെ നിരന്തരം വേട്ടയാടിയിട്ടുള്ളത്. ആ വേട്ടയാടലിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അയാൾ പാർട്ടിക്ക് വിധേയനല്ല എന്നതായിരുന്നു. സംസ്ഥാനത്ത് പൊതുവെ പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ നയം എന്നത് പ്രതിപക്ഷത്താണെങ്കിൽ ഭരണപക്ഷത്തിന്റെ ഒരു നയത്തെയും അംഗീകരിക്കരുത് എന്നാണ്. അതിനി എത്ര നല്ല കാര്യമാണെങ്കിലും വിമർശന സാധ്യതകളാണ് തേടേണ്ടതെന്ന് പ്രതിപക്ഷം അതിന്റെ നേതാക്കളെ കാലാകാലങ്ങളിൽ പറഞ്ഞു പഠിപ്പിക്കാറുണ്ട്. എന്നാൽ തരൂർ ഒരു കാലത്തും അത്തരം പഠനങ്ങൾക്ക് നിന്നുകൊടുത്തിട്ടില്ല. മോദിയാണെങ്കിലും പിണറായി വിജയനാണെങ്കിലും നല്ലത് ചെയ്താൽ നല്ലതെന്ന് തരൂർ പറയും. അത് പറയാത്തതിന്റെ പേരിൽ പ്രതിസന്ധിയിലായ ഒരുപാട് ഘട്ടങ്ങൾ തരൂരിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ട്. സിൽവർ ലൈൻ സമരം നടക്കുന്ന കാലത്ത് കോൺഗ്രസ് നേതാക്കൾ CPMന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കരുതെന്ന തീരുമാനം ഉണ്ടായിരുന്നു. അന്ന് CPM ക്ഷണിച്ചിരുന്ന 3 നേതാക്കൾ KV തോമസും ശശി തരൂരും രമേശ് ചെന്നിത്തലയും ആയിരുന്നു. പാർട്ടിയുടെ തീരുമാനത്തിന് വിരുദ്ധമായായിരുന്നു അന്ന് തരൂർ നിലകൊണ്ടത്. ഏറെക്കാലം പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാതെ അദ്ദേഹം അനിശ്ചിതത്വം തുടർന്നു. കേരളത്തിലെ ഒരു നേതാവ് പറയുന്നതും കേൾക്കില്ലെന്ന് അദ്ദേഹം നിലപാടെടുത്തു. തുടർന്ന് സോണിയാഗാന്ധിയുടെ അഭ്യർത്ഥന പ്രകാരമായിരുന്നു അന്ന് തരൂർ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ പോയിരുന്നത്. പിന്നെയും പല ആവർത്തി തരൂർ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി സ്വയം സൂപ്പർ നേതാവ് ആയിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹം ഒരു വലിയ വിവാദത്തിന് തിരികൊടുത്തിരിക്കുകയാണ്. വ്യവസായ മേഖലയിൽ കേരളത്തിലുണ്ടായ മാറ്റത്തെ പ്രകീർത്തിച്ചുകൊണ്ട് തരൂർ തയ്യാറാക്കിയ ലേഖനമാണ് ഇപ്പോൾ കത്തുന്ന വിവാദം. ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലൈറ്റ് ടൈഗർ എന്ന തലക്കെട്ടിൽ ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസ് ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ വെള്ളിയാഴ്ച എഴുതിയ ലേഖനത്തിലാണ് കേരളത്തിലെ വ്യവസായ രംഗത്തുണ്ടായ വളർച്ചയെ ശശി തരൂർ പ്രശംസിച്ചത്. വ്യവസായ അന്തരീക്ഷം അനുകൂലമാക്കിയ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിലെ കേരളത്തിന്റെ 1ാം സ്ഥാനവും ചുവപ്പ് നാടയിൽ കുരുങ്ങാത്ത വ്യവസായ സാഹചര്യം ഒരുക്കുന്നതും തരൂർ ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 28ാം സ്ഥാനത്തായിരുന്ന കേരളം ഇപ്പോൾ 1ാം സ്ഥാനത്തായി. 2024 ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ശരാശരിയേക്കാൾ 5 ഇരട്ടി അധികമാണെന്നും ലേഖനത്തിൽ പറയുന്നു. സംരംഭങ്ങൾക്ക് ഏകജാലകത്തിലൂടെ അനുമതി ലഭിക്കുന്നത് കണ്ണടച്ചു തുറക്കുന്ന നേരം കൊണ്ടാണെന്നും ശശി തരൂർ ലേഖനത്തിൽ പറയുന്നുണ്ട്. വ്യവസായം തുടങ്ങാൻ സിംഗപ്പൂരിലോ അമേരിക്കയിലോ 3 ദിവസം എടുക്കുമ്പോൾ ഇന്ത്യയിൽ ശരാശരി 114 ദിവസം എടുക്കും. കേരളത്തിൽ 236 ദിവസവും എടുക്കും. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വ്യവസായ മന്ത്രി P രാജീവ് 2 മിനിറ്റിനുള്ളിൽ കേരളത്തിൽ ബിസിനസ് തുടങ്ങാമെന്ന് പ്രഖ്യാപിച്ചത് വലിയ മാറ്റമാണെന്നും ശശി തരൂർ തുറന്നെഴുതുകയായിരുന്നു. ഈ എഴുത്താണ് അല്ലെങ്കിൽ തന്നെ 100 കൂട്ടം പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ആക്കിയത്. പിണറായി സർക്കാരിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ശശി തരൂരിന്റെ നല്ല വാക്കുകൾ CPM നേതാക്കളെ ഒന്ന് സുഖിപ്പിച്ചിട്ടുണ്ട്. അതേസമയം കോൺഗ്രസുകാർക്കുള്ളിൽ പ്രതിഷേധത്തിന്റെ ഇടിമുഴക്കവും ഉയരുന്നുണ്ട്. ലേഖനത്തിന് പിന്നാലെ തരൂരിന്റെ പിന്തുണയെ ഏറ്റവും അധികം ഉയർത്തിക്കാട്ടുന്നത് CPM നേതാക്കൾ തന്നെയാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യാവസായിക മന്ത്രി P രാജീവും തരൂരിന്റെ പ്രസ്താവന ആവേശത്തോടെ സ്വാഗതം ചെയ്തു. എന്ത് കണ്ടിട്ടാണോ തരൂർ ഇത് എഴുതിയതെന്ന് അറിയില്ല എന്നായിരുന്നു സതീശന്റെ പ്രതികരണം. താൻ വലിയ വിശ്വപൗരനൊന്നുമല്ലെന്നും സാധാരണ പ്രവർത്തകൻ ആണെന്നുമായിരുന്നു K മുരളീധരന്റെ പ്രതികരണം. മിക്ക കോൺഗ്രസ് നേതാക്കളും തരൂരിനെ തള്ളിപ്പറഞ്ഞപ്പോൾ പ്രവർത്തകരാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വശത്തു നിന്ന് തെറിവിളി ആരംഭിക്കുകയും ചെയ്തു. മുൻപിന്ന് പിണറായിയെ പ്രകീർത്തിച്ച പോലെ മോദിയെയും തരൂർ പലയാവർത്തി പുകഴ്ത്തിയിട്ടുണ്ട്. അന്നൊക്കെ ലഭിച്ചതിനേക്കാൾ വലിയ മോശം അനുഭവമാണ് തരൂറിന് ഇന്ന് ലഭിക്കുന്നത്. ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കളുടെയും അതിലേറെ സൈബർ കൊങ്ങികളുടെയും അതിരുവിട്ട പദപ്രയോഗങ്ങൾ തരൂരിനെ CPMലേക്ക് എത്തിക്കുമെന്ന വിലയിരുത്തലുകൾ നടന്നു വരുന്നുമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസുമായും വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് തരൂർ.
കേരളത്തിലാകട്ടെ മൂന്നാം തവണയും തുടർഭരണത്തിന്റെ സാധ്യതകൾ തേടുകയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും. പിണറായി കഴിഞ്ഞാൽ CPM-നുള്ളിൽ നല്ലൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും ഇല്ലാത്ത സാഹചര്യമാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പിണറായിക്കൊപ്പം ആരും വളരരുതെന്ന സിദ്ധാന്തമാണ് ഇന്ന് CPM-നെ നയിക്കുന്നത്. അതേസമയം പിണറായിയെ മുൻനിർത്തി ഒരു തെരഞ്ഞെടുപ്പ് കൂടി വിജയിക്കുക എന്നതും അത്ര എളുപ്പമല്ല. അവിടെയാണ് തരൂരിനെ പോലെ ഒരു വിശ്വപൗരനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് CPM കരുതുന്നത്. കോൺഗ്രസ് വിട്ട് CPM-ലേക്ക് എത്തിയാൽ തരൂരിനോളം മികച്ചൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവർക്ക് കിട്ടാനില്ല. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും വിദ്യാഭ്യാസ സമ്പന്നരും തരൂരിനെ പോലുള്ളവരെയാണ് ആഗ്രഹിക്കുന്നത്. ആ സാധ്യതയാണ് CPM ഉപയോഗപ്പെടുത്തുവാൻ പോകുന്നത്. ഏത് വിധേനയും തരൂർ CPM-ന്റെ ഭാഗമായാൽ അത് അവർക്കുണ്ടാക്കുന്ന മൈലേജ് ചെറുതൊന്നുമല്ല. അപ്പോഴും CPM-ന് വല്ലാണ്ടങ്ങ് വിശ്വസിക്കാനും തരമില്ല. പണ്ട് VS-നെ കാട്ടി പിണറായി അധികാരത്തിൽ എത്തിയ ശേഷം അദ്ദേഹത്തെ കറിവേപ്പില പോലെ പുറത്തേക്ക് കളഞ്ഞ അതേ സാഹചര്യം തരൂരിനും ഉണ്ടാകുമെന്ന് രാഷ്ട്രീയ വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോഴും താൽക്കാലികമായെങ്കിലും CPM-നെ സംബന്ധിച്ചിടത്തോളം തരൂരിന്റെ വരവ് ആവേശം നൽകുന്നത് തന്നെയായിരിക്കും. ആ ആവേശത്തിൽ തരൂർ ഉൾപ്പെടെ ആരൊക്കെ കടപുഴകി വീഴുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്.